സ്വാതന്ത്ര്യദിനത്തെ കൂടുതൽ വർണ്ണാഭമാക്കാൻ ഒരുങ്ങി കൊല്ലം പനയത്തെ സ്നേഹവീട്. ദേശീയ പതാകയുടെ നിറത്തിലുള്ള പലതരം ഉൽപ്പന്നങ്ങളാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത്. പനയം ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് സ്നേഹവീട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഇത്തവണ സ്വാതന്ത്ര്യദിനം എങ്ങനെ വ്യത്യസ്തമായി ആഘോഷിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരാശയത്തിലേക്ക് എത്തിയത്. ഇവിടുത്തെ 42 വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പരിശീലനത്തിലൂടെ ദേശീയ പതാകയുടെ നിറത്തിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ദേശീയ പതാക, ഹെയർബോ, കയ്യിൽ കെട്ടാനുള്ള ബാൻഡ്, മാല, കമ്മൽ, ബാഡ്ജ് എന്നിവയാണ് ഒരുക്കിയത്. പനയം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇവരുടെ കരവിരുതിലൂടെ വിരിഞ്ഞ ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതും ലക്ഷ്യമിടുന്നു. 150 രൂപയ്ക്കാണ് 7 ഇനങ്ങളുള്ള ഒരു കിറ്റ് നൽകുന്നത്. ഇതിലൂടെ ഇവർക്ക് ലഭിക്കുന്ന തുക ഓരോരുത്തരുടെയും പേരിൽ അവരവരുടെ വരുമാനമായും സൂക്ഷിക്കും. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായാണ് പുസ്തക നിർമ്മാണം, ഓഫീസ് ആവശ്യങ്ങൾക്കായുള്ള ഫയൽ ബോർഡുകൾ, കരകൗശല വസ്തുക്കൾ, ലോഷൻ, ഹാൻഡ് വാഷ്, ചവിട്ടുപായ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നത്. ഇവയ്ക്കൊക്കെയും ആവശ്യക്കാരുമുണ്ട്. അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷനും മാനസികവും ഉല്ലാസവും ഒരേപോലെ വരുന്ന ഒരു സംഭവമാണ്. നിറങ്ങൾ പരിചയപ്പെടാനും ആ നിറങ്ങൾ കൈകൾ കൊണ്ട് കണ്ണും കൈയും ഒരുപോലെ ആയി അവർക്കത് കോർത്തെടുക്കാനുമുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാനായിട്ട് അതിൽ നിന്ന് സാധിച്ചു. മാനസിക ഉല്ലാസത്തിനോടൊപ്പം തന്നെ അവർക്കൊരു ചെറിയ വരുമാനം ഇതിൽ നിന്ന് സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളെയും കഴിവുകളെയും കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുകയും ഭിന്നശേഷിയുള്ളവർക്ക് സമൂഹത്തിൽ എല്ലാ മേഖലകളിലും തുല്യ പരിഗണനയും അവസരങ്ങളും ഉറപ്പുവരുത്തുകയുമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. കലാകായിക മേഖലകളിൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചവരാണ്. പനയം ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഈ സ്നേഹവീട്ടിലേക്ക് ഇവരെ എത്തിക്കുന്നതിനായി വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ പരിശീലിപ്പിക്കുന്നതിനായി പ്രത്യേക യോഗ്യത നേടിയ 3 അധ്യാപകരുമുണ്ട്. സുഹിത്തിന് ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു ജീവിതം എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് കൂട്ടുകാരന്മാരെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ പഠിക്കുന്നു, കളിക്കുന്നു, ക്യാരം ബോർഡ് കളിക്കുന്നു, പിന്നെ ഫുട്ബോൾ കളിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു കൂട്ടുകാരന്മാരായിട്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് സ്നേഹം, എൻ്റെ കൂട്ടുകാരന്മാരോടാണ് സ്നേഹം. അവരില്ലാതെ എനിക്കൊരു ഇരുത്തിപ്പുറവില്ല. ഇതാണ് വർണ്ണങ്ങൾ നിറഞ്ഞ ഇവരുടെ ലോകത്ത് സ്വാതന്ത്ര്യദിനത്തിന് ഇത്തരത്തിൽ വലിയൊരു ആശയം കൂടിയുണ്ട്, വലിയൊരു അർത്ഥതലം കൂടിയുണ്ട്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.